കേരളത്തിൻ്റെ കാർ കൾച്ചർ, ചരിത്രം, ട്രെൻഡ്സ് ആൻഡ് ഭാവി. ഹലോ, എല്ലാവർക്കും ഒരു വലിയ കാര്യവും കാറും നിറഞ്ഞ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിൻ്റെ കാർ കൾച്ചറിനെ കുറിച്ചാണ്. കാറിൻ്റെ പഴയ കാലം, ഇപ്പോഴത്തെ ട്രെൻഡുകൾ, മോഡിഫിക്കേഷൻ, കാർ മീറ്റ്സ് എല്ലാം കൂടെ ഒരു ഫുൾ ഓൺ ഡ്രൈവ്. ഒരു നിമിഷം റിവൈൻഡ് ചെയ്യാം. 80s 90s കേരള റോഡ്സ്. ആ കാലത്ത് ഫിയറ്റ്, അംബാസിഡർ, മാരുതി 800 ഇവ കേരള റോഡ്സിലെ രാജാവായിരുന്നു. ആ കാറുകൾക്ക് ഇപ്പോഴും ഒരുപാട് ഫാൻസ് ഉണ്ട്. ചേട്ടാ, അന്നൊരു മാരുതി 800 കിട്ടിയാൽ അത് സ്വപ്നമായിരുന്നു. പിന്നീട് ടൊയോട്ട കോളിസ്, ഇന്നോവ, ബൊലേറോ എല്ലാം വന്നപ്പോൾ കേരളക്കാർക്ക് ടേസ്റ്റ് മാറി. ലക്ഷറി കാഴ്സിൽ BMW, മെർസിഡീസ്, ഓഡി കൂടി വന്നപ്പോൾ നമ്മുടെ ലെവൽ നെക്സ്റ്റായി. ഇവിടെ ഒരു ഗ്രൂപ്പിനെ പറ്റി പറയാതെ പറ്റില്ല, ഗൾഫ് NRIS. മക്കളെ, ഗൾഫ് കാർ കൾച്ചർ കേരള റോഡ്സിൽ വന്നിട്ട് പോർഷയും ലാൻഡ് ക്രൂയിസും ഡയറക്റ്റ് ഈ പ്രാഡോ ദുബായിൽ വാങ്ങി നേരെ കേരളയ്ക്ക് കൊണ്ടുവന്നതാണ്. ഇതുപോലെ ഓരോ പുള്ളിയന്മാരും കേരള റോഡ്സിൽ കാർ കൾച്ചറിനെ നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുപോയതാണ്. ഇപ്പോൾ കേരളയിൽ കാർ കൾച്ചറിൻ്റെ ഹൈലൈറ്റ് മോഡിഫിക്കേഷൻസ്, ബോഡി കിറ്റ്സ്, റിം, എക്സോസ്റ്റ്, നിയോൺ ലൈറ്റ്സ്, പിന്നെ അടിപൊളി ലുക്കുമാണല്ലോ. ഈ താർ കസ്റ്റമൈസേഷൻ മാത്രം 3 ലക്ഷം പോയി. പക്ഷേ നോക്കൂ, ഇതിൻ്റെ സ്റ്റൈൽ തന്നെ വേറെ. നോയിസ് പൊല്യൂഷൻ കംപ്ലൈൻറ്റ് വന്നാലും കേരളക്കാർക്ക് അതല്ല കെയർ. 50 to 60 കാർസ്, സൂപ്പർ കാർസ് മുതൽ SUVs വരെയും ഓൾ ഇൻ വൺ പ്ലേസ്. ബ്രോ, കാർ മീറ്റപ്പിൽ എന്ത് സ്പെഷ്യലാണെന്ന് പറയൂ. കാർ മീറ്റപ്പിൽ പോകുമ്പോൾ ആ വൈബ് ഫീൽ ചെയ്യണം. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് അബൌട്ട് ദി കാർ, ഇറ്റ്സ് അബൌട്ട് ദി പാഷൻ. കാർ കൾച്ചറിൻ്റെ ഫ്യൂച്ചർ എന്ന് ചോദിച്ചാൽ അത് EVകളാണ്. ടെസ്ല കേരളയിൽ രജിസ്റ്റർ ചെയ്തപ്പോഴും MG ZS EVയും നെക്സൺ EVയും നന്നായി മാർക്കറ്റ് പിടിച്ചപ്പോൾ നമ്മുടെ കാർ കൾച്ചർ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോയി. ഇവിടെയൊക്കെ ഫാസ്റ്റ് ചാർജിങ് സ്റ്റേഷൻസ് റെഡിയാകുന്നതിൽ ഇലക്ട്രിക് കാർസ് കേരള റോഡ്സിൽ അടിച്ചു തുടങ്ങും. ഇതുവരെ കാർ കൾച്ചർ ഇവോൾവ് ആയതുപോലെ ഇനിയും കേരള റോഡ്സിൽ ഇനിയും പുതിയ ഹിസ്റ്ററി എഴുതും. സൂപ്പർ കാർസ്, മോഡിഫൈഡ് കാർസ്, ഇലക്ട്രിക് കാർസ്, മൊത്തം ഒരു ഫീസ്റ്റ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ എപ്പിസോഡിൽ കണ്ടോളാം. ബൈ ബൈ.